ഹായ് ബനി. ഹായ് പറ. ഗുഡ് മോർണിംഗ് പറഞ്ഞി. ഗുഡ് മോർണിംഗ്. ഇന്ന് കാത്തുമ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം ഞാൻ അവളുടെ കൂടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഏട്ടൻ പറഞ്ഞായിരുന്നു, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ വരെ നമുക്കിന്ന് പോകാമെന്ന്. ഏട്ടന് നാളെ ക്ലാസ് ഇല്ല, അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ട് ബ്രഷ് എടുത്തു കൊടുത്തു. അവൾ തന്നെ കുറേ നേരം വായിലിട്ട് വരയ്ക്കും. ആ ബ്രഷും കൊണ്ട് പറ്റുന്ന കലാപരിപാടിക്കെല്ലാം വായിക്കകത്ത് കാണിക്കും. എന്നിട്ട് ഞാൻ പിന്നെ തേച്ച് കൊടുക്കും. ഞാൻ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. മഴയായതുകൊണ്ട് തന്നെ ആൾക്ക് കുളിക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് റെഡിയായി. അമ്പലത്തിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ്. അമ്പലത്തിൽ പോയിട്ട് വരാൻ. പോയിട്ട് വരട്ടെ ചോദിച്ച്. ടാറ്റ കൊടുത്തേക്ക്. ഓക്കേ. അങ്ങനെ കാത്തുമോൾ ചെരുപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് അമ്പോയോടും അപ്പാപ്പയോടും പോയിട്ട് വരാൻ ടാറ്റ ഉമ്മായൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. 2 വീലറിന് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ മഴയായതുകൊണ്ട് ഓർത്തു കാറിന് പോകാമെന്ന്. മഴയായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടയൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ കാത്തുമോളുടെ തലയിൽ ഇരിക്കുന്ന ഹെയർ ബോ അത് ഞാൻ എന്ന് വെച്ച് കൊടുത്താലും അവളൊരു 2 സെക്കൻഡ് പോലും അത് അവളുടെ തലയിൽ വെക്കത്തില്ല. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, അവളുടെ തലയിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ കുളിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ഉറക്കം ആൾക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ അമ്പലത്തിലെത്താറായി. ഞങ്ങൾ അമ്പലത്തിലെത്താറായപ്പോഴത്തേനും മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ ചെന്ന് ഒത്തിരി വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. ഞങ്ങൾ ചെന്നു. നമ്മൾ എന്നിട്ട് കയറി തൊഴുതു. മഴയില്ലെങ്കിലും നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കാത്തുമ്പോൾ കുറേയൊക്കെ നടന്ന് അതിലെയില്ല. പിന്നെ നമ്മൾ വേഗം തന്നെ തൊഴുതിറങ്ങി. കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ചെന്നപ്പോഴത്തേനും അവൾ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അവളെ ഞാൻ ഇറക്കി വിട്ടു. എൻ്റെ കയ്യിൽ നിന്ന് ഇറക്കി വിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓട്ടമായിരുന്നു. കാറിൻ്റെ അടുത്ത് പോകുന്നു, അപ്പുറത്തെ ഡോറ് തുറക്കാൻ പോകുന്നു, അവൾക്ക് കാറിനകത്ത് കയറണം എന്ന് പറയുന്നു. പിന്നെ ഇപ്പുറത്ത് പോയി അച്ഛൻ്റെ അടുത്ത് പോയി കാറിൻ്റെ ഡോറ് തുറന്ന് അടയ്ക്കുന്നു. പിന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെയായിരുന്നു ഈ തണുപ്പത്ത് അവൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ തലയിലിരിക്കുന്ന ഹെയർ ബോയ് ഇതുവരെയായിട്ട് അവൾ 2 സെക്കൻഡിൽ കൂടുതൽ അവൾ വെച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അവളുടെ തലയിൽ ഇത്രയും നേരം ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവൾക്ക് അറിയത്തില്ല അവളുടെ തലയിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെന്ന്, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ അവളുടെ ഓട്ടവും ചാട്ടവും എല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് ഉറക്കാമെന്ന്. അമ്മ ഇന്നലെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു, കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു ഒരപ്പം ചുട്ടിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പം ചുട്ടു. പിന്നെ ഒരു മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ ഫുഡ് അവൾക്ക് കൊടുക്കുവാണെങ്കിലും പകുതിയും ഞാൻ തന്നെ കഴിക്കണം. ദേ കണ്ടില്ലേ, ചെകഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇത് ചുമ്മാ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, കഴിക്കുമൊന്നുമില്ല. 2 വാ അല്ലെങ്കിൽ 3 വാ, കൂടിപ്പോയാൽ 3 വാ അവൾ കഴിക്കും. ബാക്കി ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.